സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. യേശുനാഥൻ അരുളി ചെയ്യുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്താണ് യേശുനാഥൻ്റെ ഈ തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ജീവൻ്റെ അപ്പമായ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായ വിശുദ്ധ കുർബാനയുടെ തിരുമുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ വിട്ടുപോകുവാനും ആത്മീയ സമൃദ്ധി കൊണ്ട് നിറയുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കും. വിശുദ്ധ കുർബാന യേശു തന്നെയാണ്. മരിച്ചുയർത്ത കർത്താവ് നമ്മുടെ കണ്ണുകൾക്ക് കാണത്തക്ക രീതിയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മിലൂടെ ആയിരങ്ങളെയും പതിനായിരങ്ങളെയും അനുഗ്രഹിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. ആത്മീയ സമൃദ്ധി കിട്ടിയാലേ നമുക്ക് നമ്മുടേതായ എല്ലാ ഭൗതികമായ മോഹങ്ങളും പൂർണ്ണമായി വിട്ടുപോവുകയുള്ളൂ. അതോടൊപ്പം നമുക്കെല്ലാവർക്കും വേണ്ട ഒന്നാണ് ആന്തരിക സൗഖ്യം. മനോപീഡകൾ വിട്ടുമാറണം, മനസ്സിലെ മുറിവുകൾ ഉണങ്ങണം, ദൈവസ്നേഹത്താൽ നിറയണം. ക്ഷമിക്കുന്ന സ്നേഹവും മറ്റുള്ളവരുടെ കുറ്റം കുറവുകൾ കാണുമ്പോൾ ഒരു കരുണയോടെ അവരെ നോക്കുവാനുള്ള ഒരു മനോഭാവവുമെല്ലാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആന്തരിക സൗഖ്യം വേണം. ഈശോനാഥൻ നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ യേശുനാഥൻ വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തയിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണത്തക്ക രീതിയിൽ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമ, ദയ, കാരുണ്യവായ്പ്, ആത്മനിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈശോനാഥൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ലൂക്ക 11:9-13, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും,
തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും എന്ന വാഗ്ദാനം അരുളി ചെയ്തുകൊണ്ട് നമുക്കും നമ്മൾ ആർക്കെല്ലാം വേണ്ടി ചോദിക്കുന്നുവോ അങ്ങനെയുള്ള 10,000-കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി, ദൈവസ്നേഹ സമൃദ്ധി അവിടെ നൽകുന്നു. എല്ലാറ്റിലും ഉപരി നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ പാപവാസനകൾക്ക് അടിമകളായി പോകുന്നവർ ആയതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:29 ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവനാണ് വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ നോക്കത്തക്ക രീതിയിൽ ഇതാ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മുടെ മനോഭാരങ്ങൾ അവിടുന്ന് നീക്കിക്കളയുന്നു. നമ്മുടെ പാപവാസനകൾ പിഴുതെറിയുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടുന്ന് 1000-കൾക്കും 10,000-കൾക്കും ജനലക്ഷങ്ങൾക്കും ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് അയക്കുന്നു, വർഷിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ വീണ്ടും അരുളി ചെയ്യുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന സ്ഥലത്ത് ഒരു പുരോഹിതന് ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയം. വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തുന്ന അപ്പം, വാഴ്ത്തുന്ന വീഞ്ഞ്, അത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നുണ്ടോ? ഇടയ്ക്കുണ്ടാകുന്ന സംശയം സാത്താൻ കുത്തിവെക്കുന്നതാണെങ്കിലും സ്വന്തം മനസ്സിലൂടെ വരുന്ന ഈ സംശയം അദ്ദേഹത്തെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നു. ഒരു വേള വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അപ്പവും വീഞ്ഞും വാഴ്ത്തുന്ന ആ കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞുള്ള സമയത്ത് ഇതാ വീണ്ടും സംശയത്തിൻ്റെ ദുരാത്മാവ് വന്നു. പെട്ടെന്ന് ആ വലിയ തിരുവോസ്തി 1/3 മനുഷ്യ മാംസമായി മാറി. 1200 കൊല്ലമായിട്ട് ആ മനുഷ്യമാംസമായി മാറിയ ആ തിരുവോസ്തിയുടെ 1/3 ഭാഗവും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്ന ഭാഗവും 1200 കൊല്ലമായിട്ട് അതുപോലെ ലാൻസിയാനോയിൽ സൂക്ഷിക്കപ്പെടുന്നു, പ്രദർശിക്കപ്പെടുന്നു. അതുപോലെ വീഞ്ഞ്, ദൈവവചനം പറഞ്ഞു വാഴ്ത്തിയ വീഞ്ഞ്, യേശുവിൻ്റെ തിരുരക്തമായ വീഞ്ഞ്, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ എല്ലാ ഘടകങ്ങളോടും ഗുണഗണങ്ങളോടും കൂടെ അതുപോലെ തന്നെ ഇതാ 1200 കൊല്ലമായി അവിടെ യൂക്കറിസ്റ്റിക് മിറക്കിൾ ആയി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. UN-യുടെ ഒരു സംഘം അയച്ചത് പരിശോധിച്ചു. അത് മനുഷ്യ ശരീരത്തിലെ മാംസവും രക്തവുമാണെന്നും അവര് സർട്ടിഫൈ ചെയ്തു, തെളിയിക്കപ്പെടും. ഇതേ അത്ഭുതം 1996 അർജന്റീനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ രീതിയിലുള്ള അത്ഭുതമാണ്. ഇതെന്തിനു വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ ആദിയും അന്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും രക്ഷകനും ജീവന്റെ ഉറവിടവുമായ ഞാൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു. എന്തിനു വേണ്ടി? 1, പാപമോചനം നൽകാൻ. 2, ആന്തരിക സൗഖ്യം നൽകാൻ. 3, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകാൻ. 4, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു സ്നേഹ സമൂഹമായി നമ്മൾ വളർന്നു വരണം. വളർന്ന് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹ സമൂഹ ശക്തി അയക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവന്റെ ഉറവിടമായ ആദിയും അന്തവുമായ സകലത്തിൻ്റെയും നാഥനായ യേശുനാഥൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ നമ്മുടെ മനോഭാരങ്ങൾ
നമ്മുടെ ശാരീരിക ക്ലേശങ്ങൾ, വേദനകൾ വിട്ടുപോകുന്നത് നമ്മൾ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്പെയിനിൽ നിന്ന് ഒരു പിതാവ് വിളിച്ചു പറഞ്ഞു, തങ്ങളുടെ കുട്ടിക്ക് രോഗമായിരുന്നു. ഗുഡ്നസ് ടിവിയിലൂടെ വിശുദ്ധ കുർബാനയുടെ ആരാധനയെ സംബന്ധിച്ചപ്പോൾ ആ കുട്ടിക്ക് രോഗം സുഖപ്പെട്ടുവെന്നും കുട്ടി ടിവിയുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് പോലുള്ള സന്തോഷത്തിൽ ആറാടുന്നുവെന്നും വിളിച്ചു പറയുകയുണ്ടായി. ഇതുപോലെ തന്നെ വേറെ പല അത്ഭുത രോഗശാന്തികളും ഈ ടി വിയിൽ കൂടെ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ ലഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരീരത്തിൻ്റെ വേദനകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ചിലർക്ക് അതിൽ നിന്ന് മോചനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൈകഴപ്പ്, കൈവേദന, കൈ ഉയർത്താൻ പ്രയാസം, ഇപ്പോൾ സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് രോഗപീഠകളുള്ളവര് കൈകളൊന്ന് ചലിപ്പിച്ചു നോക്കുക, ഒന്ന് ഉയർത്തി നോക്കുക, ഒന്ന് കൈവീശി നോക്കുക. നിങ്ങളുടെ സൗഖ്യം തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞ സൗഖ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കേണ്ടത്, ഞങ്ങളെയും അറിയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന 4 പേർക്ക് ദൈവ നിയോഗപ്രകാരം തീർത്ഥാടന യാത്രയ്ക്കുണ്ടായിരുന്ന ആ തടസ്സം ഇപ്പോൾ വിട്ടുമാറുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. തീർത്ഥയാത്രയ്ക്ക് പോകാൻ പദ്ധതിയുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തൊക്കെ തടസ്സം, അതിപ്പോൾ മാറുന്നു. എന്നെ കർത്താവ് അയക്കുന്നുണ്ടോ, എനിക്ക് തന്നെയാണോ ഈ സന്ദേശം എന്ന് പരിശോധിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഓർക്കുക. പരിശുദ്ധാത്മാവിൻ്റെതാണെങ്കിൽ നമ്മുടെ തടസ്സം മാറിയെങ്കിൽ ഒരു പുതിയ ഉത്സാഹവും ഒരു പുതിയ സന്തോഷവും നമുക്ക് അനുഭവപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിൽ കടി, കണ്ണിൽ വെള്ളം വരുന്ന അനുഭവം, കണ്ണ് ചൊറിച്ചിൽ മുതലായ കണ്ണിൽ കാഴ്ചക്കുറവ്, കർത്താവ് ഈ രോഗങ്ങൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വർഷങ്ങൾ പഴക്കമുള്ള കഴുത്ത് വേദന, കഴുത്ത് കഴപ്പ് 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന സന്ദേശം അങ്ങനെയാണെങ്കിലും വിശ്വസിക്കുന്ന അനേകം പേർക്ക് ഈ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ ആരാധനയിൽ വീണ്ടും ടി വിയിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതേ രോഗശാന്തി മാത്രമല്ല, വേറെ അനേകം രോഗശാന്തികളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് സന്നിഹിതനായിരിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മൾ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു ടി വി പ്രോഗ്രാമിന്റെ മുമ്പിൽ മാത്രമല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ, സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ മുമ്പിൽ, അത്ഭുതങ്ങൾ ചൊരിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ, മാനസാന്തരം നൽകുന്ന ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 തൊണ്ടയിൽ അസ്വസ്ഥതയുള്ള ചിലരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 എല്ലാവരും ശബ്ദമുയർത്തി എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ, സ്വരമുയർത്തി സ്തുതിക്കുമ്പോൾ, സ്തുതിക്കുക മാത്രമല്ല നമുക്ക് കിട്ടിയ സൗഖ്യം തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തൊണ്ടയിലെ തടസ്സങ്ങൾ, തൊണ്ടയിലെ മറ്റ് അസുഖങ്ങൾ, കഴുത്ത് വേദന, ഇതെല്ലാം സുഖപ്പെടുന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് എങ്ങനെ ഈ അത്ഭുത സൗഖ്യം നടക്കുന്നു? വിശുദ്ധ കുർബാനയിൽ നിന്ന്, തിരുവോസ്തിയിൽ നിന്ന്, വിശ്വാസത്തിലൂടെ നമ്മുടെ എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് പരിശുദ്ധാത്മാഭിഷേകം കടന്നു വരുന്നു. അങ്ങനെയാണ് അത്ഭുത സൗഖ്യം ഒരു യാഥാർത്ഥ്യമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ശ്വാസം മുട്ട്, നെഞ്ചുവേദനയുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, യേശു എന്ന നാമം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അന്തരീക്ഷത്തില് അനന്ത സ്നേഹത്തിന്റെ ആ ശക്തി വ്യാപരിക്കും.
നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ചുറ്റും ദൈവ സാന്നിധ്യം വളരെ പ്രബലമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും പാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അന്ധകാര ശക്തി ബന്ധനങ്ങൾ നിർവീര്യമാവുകയും ചെയ്യും. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ഹൃദയ മനസ്സുകളിൽ വന്ന് നിറഞ്ഞ് നമ്മുടെ ബന്ധനക്കെട്ടുകൾ അഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ അനേകം പേര് വെറുതെ ഇരിക്കുന്ന എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓർത്തോർത്തുള്ള ദുഃഖം നമ്മിലേക്ക് കടന്നു വരുന്നു. ഉറങ്ങാൻ പോകുമ്പോൾ, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് പല കാര്യങ്ങൾ ഓർത്തോർത്ത് ദുഃഖിക്കുക എന്നുള്ളത്, അത് പ്രിയപ്പെട്ടവരെ വെറുതെ വരുന്നതല്ല. നമ്മുടെ ശത്രു നമ്മുടെ മനസ്സിലേക്ക് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അസ്വസ്ഥതയുടെയും ചിന്തകൾ കുത്തിവെക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വിശ്വാസത്തോടെ ഏറ്റു പറയണം, ഇതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ അസ്വസ്ഥപ്പെടുകയില്ല, ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കും, സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതുപോലെ അസ്വസ്ഥതയുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളെയും അവരെയും തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ. തിരുരക്തം എന്ന വാക്ക്, ആ തിരുരക്തം പറയുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ നിർവീര്യമാകാൻ തുടങ്ങും. തിരുരക്തക്കടലിൽ അവരെ മുക്കണമേ, തിരുരക്താഭിഷേകം നൽകണമേ എന്നെല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ അന്തരീക്ഷത്തിലും ചുറ്റുമുള്ള ആയിരങ്ങളിലേക്കും തിരുരക്താഭിഷേക ശക്തി കടന്നു ചെല്ലും. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും, നമ്മെ കഴുകി ശുദ്ധമാക്കും. 1 യോഹന്നാൻ 1:7 എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും. വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുക. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിനെ കീഴ്പ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഓർത്തോർത്തുള്ള ദുഃഖം, ജീവിത നൈരാശ്യം, ആത്മഹത്യാ ചിന്ത, വെറുപ്പിന്റെ ചിന്ത, പരാതിയുടെ ചിന്ത, അവലാതിയുടെ ചിന്ത, അസ്വസ്ഥതയുടെ ചിന്ത, ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക, ശത്രു നമ്മിലേക്ക് നുണ, അസ്വസ്ഥത കുത്തിവെക്കുന്നു. ഉടനെ അതോർത്ത് സ്തുതിച്ചിട്ട് ഇതിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതുപോലെയുള്ള അനേകായിരം, അനേക ലക്ഷം പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വാരി വിതരണമേ എന്ന് അങ്ങനെ നമ്മുടെ ജീവനുള്ള സ്നേഹിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്തോർത്ത് ദുഃഖിക്കുന്ന 7 പേർക്ക് ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായ മോചനവും പൂർണ്ണമായ സൗഖ്യവും ശാന്തിയും നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുരക്താഭിഷേകം നമ്മിൽ വന്ന് നിറയട്ടെ. തിരുരക്തം കൊണ്ട് നമ്മെ കഴുകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാൽവരി കുരിശിലെ അതേ അനന്ത യോഗ്യതയുള്ള രക്തത്താൽ അവിടുന്ന് നമ്മെ കഴുകി പാപങ്ങളെല്ലാം നീക്കി പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ നിറയ്ക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നമുക്കും ആർക്കെല്ലാം വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആന്തരിക സൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം വർഷിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരം, കൈകാലുകൾ എല്ലാം ഒന്ന് ചലിപ്പിക്കുക, കഴുത്ത് ഒന്ന് തിരിച്ചു നോക്കുക. തലവേദന ഉണ്ടായിരുന്നവര് തലവേദന സുഖപ്പെട്ടോ എന്ന് നോക്കുക. ഇതുപോലുള്ള ശുശ്രൂഷയിൽ സംബന്ധിച്ച് തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ കേസുകളുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. അങ്ങനെ അത്ഭുതങ്ങൾ വാരി വിതറാൻ നോക്കിയിരിക്കുന്ന അനന്ത സ്നേഹമായ സർവശക്തനായ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ
നമ്മളായിരിക്കുന്നത്. ആകയാൽ എല്ലാവരും തന്നെ ദിവസേന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൗകര്യമുള്ള എല്ലാവരും 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നവര് വിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ സംബന്ധിച്ച് അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറക്കരുത്. ജീവനുള്ള ദൈവത്തെ കൺമുമ്പിൽ കണ്ട് നാം ആരാധിക്കുകയും സ്തുതിക്കുകയും അനേകങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:41 ഈശോ ചോദിക്കുന്നു, ആകയാൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? 1 മണിക്കൂർ ആരാധന. ആ സമയത്ത് ചുറ്റുമുള്ള 10,000 അനുഗ്രഹിക്കപ്പെടും. ദേവാലയത്തിലേക്ക് വരുന്നവരുടെ എണ്ണം ഇരട്ടിയും അനേക മടങ്ങായിട്ടും വർദ്ധിക്കുന്നതായി ആരാധന ഉയർത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ബഹുമാനപ്പെട്ട വൈദികര് അറിയിച്ചിട്ടുണ്ട്. 10 പേര് വന്നിരിക്കുന്നിടത്ത്, സാധാരണയുള്ള കുർബാനയ്ക്ക് 10 പേര് മാത്രം വന്നിരുന്നിടത്ത് വിശുദ്ധ കുർബാനയുടെ മുമ്പ് 1 മണിക്കൂർ ആരാധന എഴുന്നള്ളിച്ചു വെച്ചപ്പോൾ 700-800 പേര് അനുദിന ദിവ്യബലിയിൽ സംബന്ധിക്കാൻ വന്നു തുടങ്ങിയെന്ന് എൻ്റെ ചില സുഹൃത്തുക്കളായ വൈദികർ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് തിരുരക്തത്തിൻ്റെ അഭിഷേകം നമുക്കും ചുറ്റും വന്ന് നിറയുവാൻ നമ്മുടെ ആന്തരിക വ്യക്തിത്വം ശിരസ് മുതൽ കൽപാദം വരെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നേരം മൗനമായി കൈകൾ കൂപ്പി തിരുസന്നിധിയിലായിരിക്കുക. ജീവനുള്ള ദൈവം, സ്നേഹിക്കുന്ന ദൈവം, അനന്ത സ്നേഹം, അനന്ത നന്മ, അനന്ത കരുണ, അനന്ത ശക്തി, ആ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അനന്തമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണേ, അനന്തമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണേ. അനന്തമായ ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണേ, അനന്തമായ ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണേ. അനന്തമായ ശക്തിയാൽ അഭിഷേകം ചെയ്യണേ, അനന്തമായ ശക്തിയാൽ അഭിഷേകം ചെയ്യണേ. ദൈവവചന ശക്തിയാൽ അഭിഷേകം ചെയ്യണേ, ദൈവവചന ശക്തിയാൽ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വിറ്റ്സർലൻഡിലെ സ്വീറിച്ചിൽ നിന്ന് വിമാനമാർഗം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന
പാടിത്തന്ന ഒരു ഗാനമാണ്. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അനന്തമായ സ്നേഹത്താൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ അനന്തമായ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. ഈ സമയത്ത് നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തി നിൽക്കാം, അല്ലെങ്കിൽ ശിരസ്സ് വണങ്ങി നിൽക്കാം. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൊല്ലത്തെ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹ സമൃദ്ധിയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടും വേദനിക്കുകയും കരയുകയും വിഷമിക്കുകയും അസ്വസ്ഥപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവരെ അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.